നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് വെറും 25 രൂപയ്ക്ക് എല്ലാ ദിവസവും പോകാനും ദർശനം കഴിഞ്ഞ് അതേ ദിവസം തന്നെ തിരിച്ചു വരാനും സാധിക്കുന്ന ഒരു അടിപൊളി പാസഞ്ചർ ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. ചിലവ് ചുരുക്കിക്കൊണ്ട് ഗുരുവായൂരിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു യാത്രാ പ്ലാൻ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്കൊരു യാത്രാ പ്ലാനും ആ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് വിവരവും കേൾക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ആ ട്രെയിൻ നമ്പർ 563-14 എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ. ഈ ഒരു പാസഞ്ചർ ട്രെയിൻ എല്ലാ ദിവസവും എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാവിലെ 6:10 ആരംഭിച്ച് 97 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഗുരുവായൂർ ഒരു 8:45 എത്തിച്ചേരുന്നതാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ പിന്നീട് സ്റ്റോപ്പുള്ളത് എറണാകുളം ടൗൺ ആണ്. രാവിലെ ഒരു 6:20 ആകുമ്പോൾ ട്രെയിൻ എറണാകുളം ടൗൺ എത്തും. 6:28 പിന്നെ ഇടപ്പള്ളിയിലാണ് സ്റ്റോപ്പുള്ളത്. 6:40 കളമശ്ശേരി, 6:45 ആലുവ, 6:50 ചൊവ്വര എന്ന് പറയുന്ന സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ 6:59 അങ്കമാലി, 7:05 കരുകുറ്റി സ്റ്റേഷനിലും പിന്നീട് 7:10 കൊരട്ടി അങ്ങാടിയിലേക്കും, 7:15 ഡിവൈൻ നഗർ, 7:20 ചാലക്കുടി, 7:25 ഇരിഞ്ഞാലക്കുട, 7:30 നെല്ലായി, 7:40 പുതുകാട്, 7:50 ഒല്ലൂർ, 8 മണിക്ക് തൃശ്ശൂർ, 8:05 തൃശ്ശൂർ പൂങ്കുന്നം, പിന്നീട് 8:45 ഗുരുവായൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഒരാൾക്ക് എറണാകുളത്ത് നിന്നും ഗുരുവായൂർ വരെ ഈ ഒരു പാസഞ്ചർ ട്രെയിന് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 9 മണിക്ക് മുമ്പ് രാവിലെ ഗുരുവായൂർ എത്തിയെന്ന് വെച്ചോ, ഒരു 2-3 മണിക്കൂറിനുള്ളിലാണ് നമ്മുടെ ദർശനം കഴിയുന്നതെങ്കിലും, ഇനി അതല്ല അതിന് താമസിച്ചാണ് നമ്മൾ ദർശനം കഴിയുമെങ്കിലും തിരിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പാസഞ്ചർ ട്രെയിൻ ഗുരുവായൂരിൽ നിന്നുണ്ട്. 2 ട്രെയിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് ഒരു 1:30 മുമ്പ് നമ്മുടെ ദർശനം കഴിഞ്ഞ് എന്ന് വിചാരിക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ 563-17 ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയ അതേ ട്രെയിൻ തന്നെയാണ്, പക്ഷേ തിരിച്ചു വരുമ്പോൾ മറ്റൊരു ട്രെയിൻ നമ്പറായിട്ട് ഉച്ചയ്ക്ക് ശേഷം 1:30 ഗുരുവായൂരിൽ നിന്നും ഈ ഒരു ട്രെയിൻ എടുക്കുന്നത് കേട്ടോ. 1:30 ഗുരുവായൂരിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ ഒരു 1:50 തൃശ്ശൂർ പൂങ്കുന്നത്തേക്കെത്തും. പിന്നെ 1:55 തൃശ്ശൂരും, 2:05 ഒല്ലൂർ, 2:20 പുതുകാട്, 2:25 നെല്ലായി, 2:30 ഇരിഞ്ഞാലക്കുട, 2:40 ചാലക്കുടി, 2:50 ഡിവൈൻ നഗർ, 2:55 കൊരട്ടി അങ്ങാടി, പിന്നെ 3 മണിക്ക് കരുക്കുറ്റി, 3:05 അങ്കമാലി, 3:15 ചൊവ്വര, 3:20 ആലുവ, 3:30 കളമശ്ശേരി, 3:40 ഇടപ്പള്ളി, 3:45 എറണാകുളം ടൗൺ, 4:25 നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് തിരിച്ച്. അതായത് നമ്മൾ നേരത്തെയാണ് നമ്മുടെ ദർശനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ ട്രെയിൻ പിടിച്ച് നേരെ എറണാകുളത്തേക്ക് വരാവുന്നതാണ്. ഇനി അതല്ല നമ്മുടെ ദർശനം കുറച്ച് താമസിച്ചാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിൻ നമ്പർ 561-16 എന്ന് പറയുന്നൊരു ട്രെയിനുണ്ട്. ഗുരുവായൂരിൽ നിന്നും എല്ലാ ദിവസവും തൃശ്ശൂർ പോകുന്നൊരു പാസഞ്ചർ ട്രെയിനാണ്. അത് വൈകിട്ട് 6:10 നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകുന്നത്. ആ ഒരു ട്രെയിനിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ, അതായത് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ വൈകിട്ട് നമ്മളൊരു 6:10 ആ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് മുമ്പ് നമ്മൾ തൃശ്ശൂരെത്തും. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേരളത്തിലോട്ട് ഏത് ഭാഗത്തിലോട്ടോ, അതായത് ട്രെയിൻ പോകുന്ന ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് ട്രെയിൻ എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവും. ഇനിയിപ്പം തെക്കൻ സൈഡിലോട്ട് പോകാനാണെങ്കിലും വടക്കൻ സൈഡിലോട്ട് പോകാനാണെങ്കിലും നമുക്ക് ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചിലവ് ചുരുക്കിക്കൊണ്ട് ഗുരുവായൂരിലൊക്കെ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ട്രെയിൻ മാർഗം പോയി വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ഈ ഒരു ഷെഡ്യൂൾ തീർച്ചയായും ഉപകാരപ്രദമാകും കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു ഭാഗ്യം വെച്ച് ഗുരുവായൂരിലെ കാര്യം നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവിടുത്തെ ജീവനക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ദർശന സമയം ഒരു 2-3 മണിക്കൂറിന് മുകളിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ നമുക്ക് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിൽ സുഖമായിട്ട് തിരിച്ചു വരാനും സാധിക്കും. അങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ടുള്ള യാത്രയും കൂടെ 50 രൂപയാണ്. പിന്നെ ക്ഷേത്രത്തിൽ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അന്നദാനം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രെയിൻ മിസ്സാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ ഹോട്ടലുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ചിലവ് ചുരുക്കിക്കൊണ്ട് മൊത്തത്തിൽ നമുക്ക് പോയി വരാനായി സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഈ പാസഞ്ചർ ട്രെയിനിൽ കയറി നിങ്ങൾക്ക് തൃശ്ശൂരേക്ക് എത്താവുന്നതാണ്. 10 രൂപ മാത്രമേ ഉള്ളൂ ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരേക്ക് പോകുന്ന ഈ ഒരു പാസഞ്ചർ ട്രെയിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്.
നമ്മളെല്ലാ മാസവും കൂടെ പോകുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ട്രെയിൻ മാർഗം തന്നെ. ഇപ്പോഴും ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ്. തീർച്ചയായും അതൊരു വ്ളോഗിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. കുറച്ച് താമസിക്കും, കാരണം നമ്മൾ മൂകാംബിക ദർശനത്തിനൊക്കെ പോയതിൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ വരാനുണ്ട്. ഇപ്പം ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ പോയി വന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാണാത്തവരാണെങ്കിൽ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ അതറിയാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആദ്യമായാണ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗുരുവായൂർ വ്ളോഗ് ഉടനെ വരും. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് സ്റ്റേ ഒന്നും ഇല്ലാത്തൊരു വ്ളോഗായിരുന്നു കേട്ടോ അത്. അപ്പോൾ തീർച്ചയായും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.